ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആഗ്രഹിക്കുന്നതെല്ലാം അധാർമിക മാർഗത്തിലൂടെയാണെങ്കിലും നേടിയെടുക്കണമെന്ന നിർബന്ധ ബുദ്ധിക്കാരാണ് മനുഷ്യരിൽ ചിലർ. ധാർമ്മിക ബോധമില്ലാത്ത ഇത്തരം വ്യക്തിത്വ ശൈലിയെ ഡാർക്ക് ട്രയാഡ് എന്നാണ് മനഃശാസ്ത്രം നാമകരണം ചെയ്തിരിക്കുന്നത്. ഇവരുടെ വ്യക്തിത്വത്തിലെ രോഗബാധിതമായ 3 ഘടകങ്ങൾ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ സ്വന്തം നേട്ടത്തിനു വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന മാക്കിയാവെള്ളിയനിസം, സ്വന്തം കംഫർട്ടിലും നേട്ടത്തിലും മാത്രം താൽപ്പര്യമുള്ള നാർസിസം, നിയമം ലംഘിച്ച് കുറ്റകൃത്യം നടത്തുന്ന സൈക്കോപ്പതി എന്നിവയാണ് ഇവരുടെ വ്യക്തിത്വത്തിലെ രോഗബാധിതമായ 3 ഘടകങ്ങൾ. ഇവർ മനുഷ്യരെയും ദൈവത്തെയും തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാണ്. ദൈവവും മനുഷ്യരുമൊക്കെ ഇവരുടെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള ഉപാധികൾ മാത്രമാണ്. ഇതുപോലൊരു വികല വ്യക്തിത്വമായിരുന്നു സംഖ്യാപുസ്തകത്തിലെ ബാലാക്ക് എന്ന മോവാബ്യ രാജാവ്. ഇസ്രായേൽ ജനം ദൈവത്താൽ ശപിക്കപ്പെട്ട് നശിച്ചു പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനുവേണ്ടി കൗശലപൂർണമായ വളഞ്ഞ വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. തന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ ബിലെയാം പ്രവാചകനെ പണം കൊടുത്ത് സ്വാധീനിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. മോവാബ്യ പ്രഭുക്കന്മാരെ ബിലെയാം പ്രവാചകന്റെ അടുക്കൽ അയച്ച് പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു. അവർ എനിക്കായി പാളയം അടിച്ചിരിക്കുകയാണ്. അതിനാൽ നീ വന്ന് എനിക്ക് കീഴടക്കാൻ സാധിക്കാത്ത ഈ ജനത്തെ ശപിക്കുക. എങ്കിൽ അവരെ ഇവിടെ നിന്ന് തോൽപ്പിച്ചോടിക്കുവാൻ എനിക്ക് സാധിച്ചേക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെടുന്നു എന്ന് എനിക്കറിയാം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 5-6 വാക്യങ്ങൾ. തന്റെ ആഗ്രഹപ്രകാരം ദൈവത്തെ സ്വാധീനിക്കാൻ ബിലെയാമിന് കഴിയുമെന്ന തെറ്റിദ്ധാരണ ബാലാക്കിനുണ്ടായിരുന്നു. എന്നാൽ ദൈവം ഇസ്രായേലിന് അനുകൂലമായിരുന്നു. ദൈവം ബിലെയാമിനോട് അരുളിച്ചെയ്തു, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ഇസ്രായേലിനെ ശപിക്കരുത്, എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ്. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യം. ഇസ്രായേലിനെ ശപിക്കുന്നതിനു പകരം അനുഗ്രഹിക്കുവാനായിരുന്നു ബിലെയാമിനുള്ള ദൈവത്തിന്റെ കൽപ്പന. ബാലാക്ക് സാമ്പത്തിക പ്രലോഭനവുമായി വളരെ പ്രാവശ്യം ബിലെയാമിനെ നിർബന്ധിച്ചു. എങ്കിലും ഇസ്രായേലിന്റെ മേലുള്ള ദൈവത്തിന്റെ അനുഗ്രഹം ശാപമാക്കാൻ ബിലെയാമിന് കഴിഞ്ഞില്ല. ഒടുവിൽ ബിലെയാം ബാലാക്കിനോട് വെട്ടിത്തുറന്ന് കാര്യം പറഞ്ഞു. സംഖ്യാപുസ്തകം 23-ാം അധ്യായം. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? ഇതാ, അനുഗ്രഹിക്കുവാനാണ് എനിക്ക് ആജ്ഞ ലഭിച്ചിരിക്കുന്നത്.
അവിടുന്ന് അനുഗ്രഹിച്ചു. അത് പിൻവലിക്കാൻ ഞാൻ ആളല്ല. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. രാജാവിന്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു. ദൈവം കൽപ്പിച്ചതും തീരുമാനിച്ചതുമൊക്കെ ദൈവം നടപ്പിൽ വരുത്തിയിരിക്കും. ദൈവത്തെ നിയന്ത്രിക്കാനും ഡിക്റ്റേറ്റ് ചെയ്യാനും ഒരു അധികാരിക്കും ഒരു ശക്തിക്കും കഴിയില്ല. ദൈവത്തിന് പ്രസാദകരമല്ലാത്ത കാര്യം നിർബന്ധിച്ച് ചെയ്യിക്കുവാൻ ഒരു ആത്മീയ നേതാവിനും കഴിയില്ല. ദൈവത്തിന് വലിയ സമ്പത്ത് വഴിപാടായി നൽകി സ്വാർത്ഥ മോഹങ്ങൾ നേടിയെടുക്കാമെന്ന് ചിന്തിക്കുന്നത് ഭോഷത്വമാണ്. ആവർത്തന പുസ്തകം 10-ാം അധ്യായം. നിങ്ങളുടെ ദൈവമായ യഹോവ ദൈവാദിദൈവവും കർത്താദികർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ ദൈവമാണ്. അവൻ മുഖം നോക്കുന്നില്ല, കൈക്കൂലി വാങ്ങുന്നതുമില്ല. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തിക്കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവർക്ക് അന്നവും വസ്ത്രവും നൽകുന്നു. ദൈവത്തിന്റെ തൊട്ടടുത്ത ആളാണെന്നും എന്തും ചോദിക്കാനും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനും കഴിയുന്ന അത്ഭുത സിദ്ധികളുണ്ടെന്നും അവകാശപ്പെടുന്ന ആൾ ദൈവങ്ങളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. അവരുടെ പിറകെ പോകരുത് എന്നാണ് കർത്താവിന്റെ മുന്നറിയിപ്പ്. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയും, അനേകരെ വഴിതെറ്റിക്കും. മത്തായി 24-ാം അധ്യായം. 146-ാം സങ്കീർത്തനം 3 മുതലുള്ള വാക്യം വളരെ ശ്രദ്ധേയമാണ്. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രരിൽ ആശ്രയം വയ്ക്കരുത്. അവർ മണ്ണിലേക്ക് മടങ്ങുന്നവരാണ്. അന്ന് അവന്റെ പദ്ധതികളെല്ലാം മണ്ണടിയും. യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ തന്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മരുഭൂമിയിൽ നിസ്സഹായയായി ഹാഗർ കരഞ്ഞപ്പോൾ നീരുറവ ഒഴുക്കിയ ദൈവം, നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ കരഞ്ഞാൽ, നമ്മൾ ഉറക്കെ വിളിച്ചാൽ തീർച്ചയായും കേൾക്കും. നമ്മൾ ഏത് പ്രതിസന്ധികളിലാണെങ്കിലും ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ നമ്മെ വിടുവിക്കും, സൗഖ്യം നൽകും, സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കും. 34-ാം സങ്കീർത്തനം. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും എന്നെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും നമുക്ക് എതിരായി പ്രാർത്ഥിച്ചാൽ, ആഭിചാരക്രിയകൾ ചെയ്താൽ അനർത്ഥവും ആപത്തും സംഭവിക്കുമെന്ന് നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. ശത്രു സംഹാര പ്രാർത്ഥനകൾക്കും മറുപടി നൽകുന്നവനല്ല തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന നീതിമാനായ ദൈവം.
യെശയ്യാപ്രവചനം 54 അധ്യായം 17 കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കുവാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിന്റെ മക്കളുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണ് ഇത്. ബാലാക്കിനെ പോലുള്ള ക്ഷുദ്ര സ്വഭാവക്കാരെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിന്റെ ശാശ്വത ഭുജങ്ങൾ നമുക്ക് ചുറ്റും കാവലുണ്ട്. ദൈവം അറിഞ്ഞും അനുവദിച്ചും വരുന്ന എല്ലാ സംഭവങ്ങൾക്കും പ്രത്യേക ദിവ്യ ഉദ്ദേശം ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഒരിക്കലും വ്യാകുലപ്പെടേണ്ട. ദൈവം പരിരക്ഷകനായി അത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മോടൊപ്പമുണ്ടാകും. 84 സങ്കീർത്തനം. ദൈവമായ കർത്താവ് സൂര്യനും പരിചയുമാണ്. അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് മുടക്കുകയില്ല. നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കും ദുഷ്ടമോഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ദൈവത്തിന് പ്രീതികരമാവില്ല. ദൈവത്തിന് അനുയോജ്യമായ കർത്തൃപ്രാർത്ഥനയായിരിക്കണം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളുടെ അടിസ്ഥാനം. അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന സമാപന സമർപ്പണത്തോടെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നദ്ധിയിൽ സുഗന്ധ ധൂപമായി തീരും. ദൈവമേ, ആത്മശരീര മനസ്സുകളാകുന്ന ഞങ്ങളുടെ തിരുമുൽ കാഴ്ചകളെ തിരുമുമ്പിൽ വിശുദ്ധിയോടെ സമർപ്പിച്ച് ആത്മാവിലും സത്യത്തിലും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾക്ക് പകരം അവിടുത്തെ ഇഷ്ടത്തിനും പദ്ധതികൾക്കും മുൻഗണന കൊടുക്കുവാനുള്ള വിനയം നാഥ ഞങ്ങൾക്ക് തരേണമേ. മേരി മാതാവിനെ പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കണമേ എന്ന് താഴ്മയോടെ പറയുവാനും പ്രത്യാശിക്കുവാനുമുള്ള വിശ്വാസ സ്ഥിരത തന്ന് ഞങ്ങളെ നല്ല ആരാധകരാക്കി തീർക്കണമെന്ന് ക്രിസ്തുയേശുവിന്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.